3 വ്യക്തികളെ പരിചയപ്പെടാം. ഡേവിഡ്, ജേക്കബ് ആൻഡ് ജെയിംസ്. ഈ മൂന്നാൾക്കും 20 വയസ്സാണ് പ്രായം. ഈ മൂന്നാളും വർക്ക് ചെയ്യുന്നത് ഒരേ കമ്പനിയിലാണ്, ഒരേ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അതുകൊണ്ട് തന്നെ മൂന്നാളുടെയും സാലറിയും സെയിമാണ്. ഇമാജിൻ 50,000 രൂപയാണ് ഓരോരുത്തർക്കും സാലറി ആയിട്ട് ലഭിക്കുന്നത്. ഇനി ഓരോരുത്തരുടെയും കാര്യം എടുക്കാം. ആദ്യം തന്നെ ഡേവിഡ്. ഇദ്ദേഹം തൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ അത്യാവശ്യം ഫൈനാൻഷ്യൽ ബുക്സ് എല്ലാം തന്നെ വായിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഫൈനാൻസിനെ കുറിച്ചൊരു അറിവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനറിയാം ഓരോ മാസവും സാലറി ലഭിക്കുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് അവനവന് തന്നെ പേ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കിട്ടിയ സാലറി ചിലവാക്കി തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഇദ്ദേഹം കുറച്ച് പൈസ സേവ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അതിൽ നിന്നും കുറച്ചെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്തു. ഓരോ മാസവും ലഭിക്കുന്ന സാലറിയിൽ നിന്നും ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെച്ചത് 20,000 രൂപയാണ്. അദ്ദേഹത്തിന് ലഭിക്കുന്ന സാലറിയിൽ നിന്നും വളരെ വലിയൊരു ഭാഗം തന്നെയായിരുന്നു അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെച്ചത്. കാരണം എത്രയും പെട്ടെന്ന് സാധിക്കുമോ അത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഈ ഒരു ജോലിയിൽ നിന്നും ഒഴിവായിക്കൊണ്ട് ഫൈനാൻഷ്യലി ഫ്രീ ആവാനായിരുന്നു ഡേവിഡ് ഫോക്കസ് ചെയ്തിരുന്നത്. അതിനുവേണ്ടി തന്നെ അദ്ദേഹം ഒരു സിസ്റ്റമാറ്റിക് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഒരു SIP സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഇതുപോലെ SIP സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ മാസവും 20,000 രൂപ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും SIPയിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓട്ടോമാറ്റിക്കലി. എന്നാൽ ഡേവിഡിന് കൃത്യമായിട്ട് അറിയാം ഏതെങ്കിലും ഒരു പോയിന്റിൽ ഫൈനാൻഷ്യൽ ട്രബിൾസ് ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു SIP നിർത്തിവെക്കാനായിട്ട് സാധിക്കും. എല്ലാ മാസവും 20,000 രൂപ തന്നെ അടയ്ക്കണമെന്ന് നിർബന്ധമുള്ളൊരു കാര്യമല്ല. കാരണം ഇത് നമ്മുടെ EMI പോലെ നിർബന്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇൻവെസ്റ്റിംഗ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. തുടക്കത്തിൽ എല്ലാ മാസവും കൺസിസ്റ്റൻ്റ്ലി അദ്ദേഹത്തിന് ലഭിക്കുന്നതിൽ നിന്നും ഇത്രയും വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ ലഭിക്കുന്നതിൽ നിന്നും വളരെ വലിയൊരു എമൗണ്ട് കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കൺസിസ്റ്റൻ്റ്ലി. ഇതുപോലെ നഷ്ടപ്പെടുന്ന എമൗണ്ട് ഇമ്മീഡിയറ്റ്ലി ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുകയുമില്ല. ഇതെല്ലാം തന്നെ അദ്ദേഹം റിസർവ് ചെയ്യുന്നത് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയാണ്. അതേസമയം ഡേവിഡ് തൻ്റെ ജോലിയിലും അത്യാവശ്യം നന്നായിട്ട് ഫോക്കസ് ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല പ്രൊമോഷൻസും ലഭിച്ചു. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സാലറിയും വർദ്ധിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന് എക്സ്ട്രാ സ്പെൻഡ് ചെയ്യാനായിട്ട് കൂടുതൽ എമൗണ്ട് കയ്യിലുണ്ട്. എങ്കിൽ പോലും എന്തെല്ലാം ചേഞ്ചസ് അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹം തൻ്റെ SIP ഒരിക്കലും നിർത്താനായിട്ട് തയ്യാറായിട്ടില്ല. ഓരോ മാസവും 20,000 രൂപ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. തൻ്റെ 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെ, അതായത് 10 വർഷം അദ്ദേഹം തൻ്റെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെയെങ്കിൽ തനിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സാലറിയിൽ നിന്നും അദ്ദേഹം ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നത് 2,40,000 രൂപയാണ്. ഇത് അദ്ദേഹം 10 വർഷം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ 10 വർഷം കൊണ്ട് എത്ര രൂപയായിരിക്കും അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക? 24 ലക്ഷം. അതായത് തൻ്റെ 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലഘട്ടത്ത് അത്രയും എമൗണ്ടായിരുന്നു അദ്ദേഹം ഇൻവെസ്റ്റിങ്ങിന് വേണ്ടി മാറ്റിവെച്ചത്. ഈ ഒരു കേസിൽ ഇമാജിൻ അദ്ദേഹം പിന്നീട് ഇൻവെസ്റ്റിങ്ങിന് വേണ്ടി മറ്റ് യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഇനി അടുത്ത വ്യക്തിയുടെ കാര്യം എടുക്കാം. രണ്ടാമത്തെ ആളുടെ പേരാണ് ജേക്കബ്. ഇദ്ദേഹം തൻ്റെ 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഇൻവെസ്റ്റിങ്ങിന് വേണ്ടി യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല. അദ്ദേഹം ആ ഒരു പോയിന്റിൽ ചിന്തിച്ചത് എന്താണെന്നാൽ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ തുടങ്ങാനായിട്ട് ഇനിയും സമയമുണ്ട്. ഞാൻ വളരെയധികം ചെറുപ്പമല്ലേ, ഇതിപ്പോൾ തന്നെ തുടങ്ങേണ്ട ആവശ്യമുണ്ടോ? അദ്ദേഹത്തിൻ്റെ ചിന്താഗതി ഏത് രീതിയിലാണ് പോയതെന്നാൽ 30 വയസ്സ് വരെ ആവശ്യത്തിന് ഏൺ ചെയ്യുക, അത്യാവശ്യം സ്പെൻഡും ചെയ്യുക, അതേസമയം ആവശ്യത്തിന് എമൗണ്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. ഇങ്ങനെ 30 വയസ്സ് എത്തുന്ന സമയത്ത് SIP സ്റ്റാർട്ട് ചെയ്യുക. അതായിരിക്കും ഒരു പക്ഷേ SIP സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് എന്നായിരിക്കും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുക. അദ്ദേഹം ഒരു കാര്യം കൂടി ചിന്തിച്ചിരുന്നു. അതായത് ആ ഒരു പോയിന്റിൽ SIP സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എന്താ? കാരണം 20 മുതൽ 30 വയസ്സ് വരെയുള്ള സമയത്ത് അദ്ദേഹം ആവശ്യത്തിന് എമൗണ്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡേവിഡ് 20,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജേക്കബിന് അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഡേവിഡ് ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഇരട്ടി ഇൻവെസ്റ്റ് ചെയ്യാനായിരുന്നു ജേക്കബ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ജേക്കബ് ഇൻവെസ്റ്റ് ചെയ്തത് 5 ലക്ഷം രൂപയാണ്. അതുമാത്രമല്ല താൻ കുറച്ച് വൈകിയാണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുണ്ട്. ഡേവിഡ് ഇൻവെസ്റ്റ് ചെയ്തത് 20 മുതൽ 30 വയസ്സ് വരെയാണ്. എന്നാൽ ഇവിടെ ജേക്കബിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ്. അതായത് 20 വർഷം. ഓരോ വർഷവും അദ്ദേഹം 5 ലക്ഷം വെച്ച് ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ 50 വയസ്സെത്തുന്ന സമയത്ത്, അതായത് 20 വർഷത്തിന് ശേഷം അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ട് എത്രയായിരിക്കും? 1 കോടി രൂപ. ഇനി അടുത്ത വ്യക്തിയുടെ കാര്യം എടുക്കാം. ഇദ്ദേഹത്തിൻ്റെ പേരാണ് ജെയിംസ്. ഇദ്ദേഹവും മറ്റ് 2 വ്യക്തികളുടെയും അതേപോലെ തന്നെ 20 വയസ്സിലാണ് തൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ 20 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ചോ സേവിങ്ങിനെ കുറിച്ചോ പോലും പ്രത്യേകിച്ച് ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹത്തിന് ലഭിച്ച സാലറിയിൽ നിന്നും ഭൂരിഭാഗവും സ്പെൻഡ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. 30 വയസ്സ് വരെ അദ്ദേഹം ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എന്നാൽ കുറച്ച് പൈസ അദ്ദേഹത്തിന് സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിച്ചു. ആ ഒരു പോയിന്റ് ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞു, കുട്ടികളായി. അന്നേരമാണ് അദ്ദേഹം ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. എങ്കിലും അദ്ദേഹം ആ ഒരു പോയിന്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിരുന്നില്ല. കുറച്ച് നാൾ കൂടി സേവ് ചെയ്ത് വെച്ചുകൊണ്ട് പിന്നീട് നല്ലൊരു പോയിന്റ് എത്തുന്ന സമയത്ത് ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്നായിരുന്നു അദ്ദേഹം ചിന്തിച്ചത്. ഇങ്ങനെ അദ്ദേഹത്തിന് 40 വയസ്സായി. ആ ഒരു പോയിന്റ് ആയപ്പോഴേക്കും അദ്ദേഹത്തിന് ആവശ്യത്തിന് പൈസ സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൈസ ഗ്രോ ചെയ്യാനായിട്ട് അദ്ദേഹം ജേക്കബിൻ്റെ 4 ഇരട്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അതും 40 വയസ്സ് മുതൽ 50 വയസ്സ് വരെ. എന്ന് വെച്ചാൽ ആ ഒരു പോയിന്റിൽ ഓരോ വർഷവും അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് 20 ലക്ഷം രൂപയാണ്.
ഇങ്ങനെ അദ്ദേഹം തൻ്റെ 50 വയസ്സ് വരെ ചെയ്തു, അതായത് 10 വർഷം. അങ്ങനെയെങ്കിൽ ടോട്ടൽ എമൗണ്ട് എത്രയായിരിക്കും അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക? 2 കോടി രൂപ. ഇവരെല്ലാം തന്നെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നല്ല റിട്ടേൺസ് നൽകാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ഫണ്ടിലാണ്. ഇവിടെയുള്ള പൊട്ടൻഷ്യൽ റിട്ടേൺ എന്ന് പറയുന്നത് 15%. ഇവിടെ നമുക്ക് 3 പേരുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് മനസ്സിലായി. ഇവിടെ ഒരാൾ ചെറിയ എമൗണ്ട് കുറച്ച് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് മറ്റൊരാൾ വലിയ എമൗണ്ട് ഷോർട്ട് ടൈമിലേക്കായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം എന്താണെന്നാൽ ആരായിരിക്കും ഇവിടെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക 50 വയസ്സിൽ? ആദ്യം തന്നെ ജെയിംസിൻ്റെ കാര്യം എടുക്കാം. ജെയിംസ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് 10 വർഷത്തേക്കാണ്. എന്നാൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് വളരെയധികം കൂടുതലാണ് കമ്പാരിറ്റീവ്ലി. അങ്ങനെയെങ്കിൽ 10 വർഷത്തിന് ശേഷം ജെയിംസിന് 50 വയസ്സാവുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റിട്ടേൺ എന്ന് പറയുന്നത് 5,30,00,000ആണ്. അദ്ദേഹം 10 വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് 2 കോടിയാണ്. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3,30,00,000. 10 വർഷത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഇതൊരിക്കലും ഒരു മോശം റിട്ടേൺ ആയിട്ട് തോന്നിക്കുകയില്ല, കാരണം ഇതൊരു SIP ആണ്. ഇനി അതേസമയം രണ്ടാമത്തെ വ്യക്തിയുടെ കാര്യം എടുത്താലും ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഓരോ വർഷവും 5 ലക്ഷം രൂപയാണ്. അങ്ങനെ മൊത്തം 1 കോടി. അദ്ദേഹത്തിൻ്റെ ടേം എന്ന് പറയുന്നത് 20 വർഷവും. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് 50 വയസ്സാകുന്ന സമയത്ത് എത്രത്തോളം അദ്ദേഹത്തിൻ്റെ SIP ഗ്രോ ചെയ്തിട്ടുണ്ടാവും? 6,70,00,000. അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് ആയിരിക്കും 5,07,00,000. ഇനി ആദ്യത്തെ വ്യക്തിയുടെ കാര്യം എടുത്താലോ? ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തത് തൻ്റെ 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെ മാത്രമാണ്. അദ്ദേഹം തൻ്റെ 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള സമയത്ത് ഈ ഒരു SIP-ന്മേൽ യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റും നടത്തിയിട്ടില്ല. അത് താൻ ഗ്രോ ചെയ്യാൻ വിടുകയാണ് ചെയ്തത്. അങ്ങനെയെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഏൺ ചെയ്തിരുന്ന എമൗണ്ട് എല്ലാം തന്നെ അദ്ദേഹത്തിന് മറ്റേതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിന് വേണ്ടി യൂസ് ചെയ്യാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് ചെയ്യാനോ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം, അദ്ദേഹത്തിന് 50 വയസ്സാകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ ഒരു SIP-ന്മേൽ എത്രത്തോളം ഏൺ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന്. അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെയധികം കുറവാണ്, 24 ലക്ഷം. എങ്കിൽ പിന്നെ നമുക്ക് നോക്കാം അദ്ദേഹത്തിന് എത്രത്തോളം പ്രോഫിറ്റ്സ് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന്. 30 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് ഏൺ ചെയ്യാനായിട്ട് സാധിച്ച എമൗണ്ടാണ് 10.5 crores. മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് വളരെയധികം കൂടുതലാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്ത സമയം തന്നെയാണ്. കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് അദ്ദേഹം തൻ്റെ SIP സ്റ്റാർട്ട് ചെയ്തതും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയതും. അദ്ദേഹം തൻ്റെ 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള സമയത്ത് ഈ ഒരു SIP-ന്മേൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അതും കൂടി അദ്ദേഹം ചെയ്തിരുന്നെങ്കിലോ? അങ്ങനെയെങ്കിൽ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ മാസീവായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടായേനെ. ഇതാണ് SIP-യുടെ മാജിക്. എത്രത്തോളം സമയം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നോ അത്രത്തോളം നമുക്ക് ബെനിഫിറ്റാണ്. ഇവിടെ റോക്കി തൻ്റെ 30 വയസ്സ് വരെ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ 30 വയസ്സാവുന്നതിന് മുൻപേ തന്നെ അദ്ദേഹത്തിന് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും ഒരുപാട് പഠിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. ഈ നോളജ് അദ്ദേഹത്തിന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും വരുന്ന സമയത്ത് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസോ ബിസിനസ്സോ സെറ്റ് ചെയ്യാനായിട്ട്. ഈ ഒരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിളിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള സമയത്ത് പ്രത്യേകത എന്താണെന്നാൽ ഈ ഒരു കാലഘട്ടത്തിലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കുക. എത്രത്തോളം കാര്യങ്ങൾ ഈ ഒരു പാർട്ടിക്കുലർ ഏജിൽ പഠിക്കാനായിട്ട് സാധിക്കുമോ അത്രത്തോളം അതിന് ശേഷം സാധിക്കില്ല. ഭൂരിഭാഗം ആളുകളുടെയും ഇൻകം സോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സമയത്തായിരിക്കും. എന്നാൽ ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബോഡിയിൽ എനർജി ഉള്ള സമയത്ത് മാത്രം പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ അതേസമയം എക്സ്പെൻഡിച്ചർ എന്നുള്ളത് നമ്മുടെ അവസാനം വരെയും ആവശ്യമുണ്ട്. എങ്കിൽ പിന്നെ ആ ഒരു മോശം സമയത്തിലേക്ക് കൂടി നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം. അതിലേക്ക് ഫോക്കസ്ഡ് ആയിരിക്കാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് 20കളിൽ തന്നെയാണ്, 30 വയസ്സിന് മുൻപായിട്ട്. ഇവിടെ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് ആണ്. എന്നാൽ കോമ്പൗണ്ടിങ്ങിൽ നിന്ന് അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് സാധിക്കണമെങ്കിൽ നമുക്ക് ടൈമിനെ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ടൈം കൂടുതലായിട്ടും അവൈലബിൾ ആവാനായിട്ട് നമുക്ക് എത്രത്തോളം നേരത്തെ തുടങ്ങാനായിട്ട് സാധിക്കുമോ അത്രത്തോളം നേരത്തെ തുടങ്ങേണ്ടതായിട്ടുമുണ്ട്. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് SIP-യോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസോ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവർ 20കളിൽ തന്നെ തുടങ്ങണമെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ ഇവിടെ അടുത്ത ചോദ്യം എന്താണെന്നാൽ 20കളിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഏതാണ്? SIP ആണോ ബെറ്റർ അതോ ലംസം ആണോ ബെറ്റർ? ലംസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ലാർജ് എമൗണ്ട് ഓഫ് മണി ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അതേസമയം SIP-യിൽ ചെറിയ എമൗണ്ട് ഓരോ ടൈമിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് കുറച്ച് പാരാമീറ്റേഴ്സ് കൺസിഡർ ചെയ്യാം. നമ്പർ 1, എമൗണ്ട് ഓഫ് മണി. 20കളിൽ നിൽക്കുന്ന സമയത്ത് ഒരുവിധം ആളുകളെല്ലാം തന്നെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉണ്ടായിരിക്കുള്ളൂ. ആ ഒരു സമയത്ത് ഒരു മേജർ എമൗണ്ട് ഓഫ് മണി അയാളുടെ കയ്യിൽ ഉണ്ടായിരിക്കണമെന്നില്ല. അന്നേരം ലംസം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ലംസം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ആരാണെന്നാൽ ഒരു ഷോർട്ട് ടൈം വിഷൻ ഉള്ളവരായിരിക്കും. അതായത് കുറച്ച് റിസ്ക് എടുത്തുകൊണ്ട് ചെറിയ സമയത്തിനുള്ളിൽ തന്നെ കൂടുതൽ എമൗണ്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരായിരിക്കും ലംസം ഇൻവെസ്റ്റ് ചെയ്യുക. അതേസമയം SIP-യുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് എമൗണ്ട് ആവശ്യമില്ല ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. 500 രൂപയിൽ നിന്ന് പോലും ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തി എന്ന നിലയ്ക്ക് അയാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു ഗുണവും അത് തന്നെയായിരിക്കും. നമ്പർ 2, എക്സ്പീരിയൻസ്.
ലംസമിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ എമൗണ്ട് ഒറ്റയടിക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതുപോലെ ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ശരിയായ സമയത്ത് മാർക്കറ്റിനെ ടൈം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിന് ആവശ്യത്തിന് എക്സ്പീരിയൻസ് കൂടിയേ തീരൂ. ശരിയായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ലംസമിൽ നല്ല പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ അതേസമയം മിസ്റ്റേക്സ് വരുത്തുന്ന സമയത്ത് അതുപോലെ തന്നെ സിഗ്നിഫിക്കൻ്റ് ആയ ലോസും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ എമൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനാണ് കൂടുതൽ ഈ ഒരു സ്ട്രാറ്റജി സ്യൂട്ട് ചെയ്യുന്നത്. അതേസമയം SIPയുടെ കാര്യം എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഇൻഡെക്സ് ഫണ്ടിലോ ETF-ലോ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് യാതൊരുവിധ എക്സ്പീരിയൻസിൻ്റെയും ആവശ്യമില്ല. ഈ ടേംസിനെ ഒന്നും തന്നെ ഇപ്പോൾ തൽക്കാലം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്പർ 3, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിപ്ലിൻ. ലോങ് ടൈമിൽ ഫൈനാൻസിന് ഒരു ബെറ്റർ കെയർ നൽകാനായിട്ട് SIP ആയിരിക്കും കൂടുതൽ ബെറ്റർ ആയിരിക്കുക ലംസമിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഓരോ മാസം ഒരു പർട്ടിക്കുലർ എമൗണ്ട് മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രോസസ്സ് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. തുടക്കത്തിൽ ഈ ഒരു പ്രോസസ്സ് വളരെയധികം സ്ലോ ആയിട്ട് തോന്നിക്കുമെങ്കിലും ലോങ് റണ്ണിൽ വളരെയധികം പ്രോഫിറ്റബിൾ ആയിരിക്കും ഇത്. ഭൂരിഭാഗം ആളുകളും SIPയെ ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ പോലെയാണ് കാണുന്നത്. എന്നാൽ അതേസമയം വളരെ നേരത്തെ ഈ ഒരു പ്രോസസ്സ് തുടങ്ങാനായിട്ട് സാധിക്കുമെങ്കിൽ ഒരാൾക്ക് തൻ്റെ 40കളിലോ അതല്ലെങ്കിൽ 50കളിലോ തന്നെ നല്ലൊരു എമൗണ്ട് റിട്ടേൺ ആയിട്ട് ലഭിക്കും. അതിനെ പിന്നീട് ഫർദർ ബിസിനസ്സിൽ യൂസ് ചെയ്യാനും സാധിക്കും. എങ്കിൽ പോലും റിട്ടയർമെൻറ്റിന് തന്നെയാണ് ഇത് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത്. ഇതുപോലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കില്ല ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. ഇവിടെ ഒരിക്കലും ഒരു കൺസിസ്റ്റൻറ്റ് ബേസിസിലായിരിക്കില്ല നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നുണ്ടാവുക. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് അതല്ലെങ്കിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സമയത്തായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ അൺഡൗട്ടഡ്ലി പറയാനായിട്ട് സാധിക്കും ഒരാളുടെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യണമെങ്കിൽ വളരെ ചെറിയ ഏജിൽ തന്നെ അതിനായിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് SIP തന്നെയാണ്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് SIP. ലോങ് ടൈം വിഷനുള്ള ഒരാൾക്ക് റിസ്ക് മിനിമൈസ് ചെയ്തുകൊണ്ട് കൺസിസ്റ്റൻ്റ്ലി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് അയാൾക്ക് ഒരു SIP സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. ഇതുമൂലം വളരെ യങ്ങർ ഏജസിൽ തന്നെ അയാളുടെ ഫ്യൂച്ചർ സെക്യൂർഡാണ്. ഇതാണ് നമ്മൾ ആദ്യത്തെ എക്സാമ്പിളിലും കണ്ടത്. കൂടുതൽ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയാം. ടേക്ക് കെയർ.